35 വർഷത്തെ സമ്പാദ്യമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ. അതാണിപ്പോൾ ഇങ്ങനെ ഒന്നുമില്ലാണ്ടായിപ്പോയി. മോൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്ക് ഫുള്ള് ചളിയും മണ്ണും കൂടെ വന്ന് വീട് നിറഞ്ഞു. ഒരു ഇടാനുള്ള ഡ്രസ്സ്, ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സ് അപ്പുറത്തെ വീട്ടിലത്തെ ആരോ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവർ ഡ്രസ്സ് തന്നിട്ട് അവരെ ഡ്രസ്സ്. കള്ളാടിയിലുണ്ടായ ആ വലിയ മണ്ണിടിച്ചിലിൽ തകർന്ന വീടാണിത്. ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ആ അപകടം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ആളാണ്, ഈ വീട്ടിലെ മരുമകനാണ് സഹദ് അല്ലേ. എന്താ ഇന്നലെ സംഭവിച്ചത്? ഏകദേശം ഒരു 11 മണിയായപ്പോഴാണ് ഞാൻ ഇവിടെ പുറത്തുണ്ടായിരുന്നു, ഈ ഗേറ്റിൻ്റെ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വൈഫും മോനും മാത്രമേ ഉള്ളൂ. ഉപ്പയും ഉമ്മയൊക്കെ ഉമ്പറൊക്കെ തലേന്ന് പോയിട്ടുണ്ട്. ഞങ്ങൾ രാത്രിക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് രാവിലെ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് വലിയൊരു ശബ്ദം വരുന്നത്. ഇവിടുന്ന് കുറേ വണ്ടി റിവേഴ്സ് അടിച്ച് പോകുന്നുണ്ട്. ആദ്യം വിചാരിച്ച എന്തോ ആക്സിഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഈ കുറേ വണ്ടിയും ആ ടാങ്കറൊക്കെ റിവേഴ്സ് അടിച്ച് വരുന്നത്. അപ്പോഴത്തെ ഞാൻ വിചാരിച്ചു എന്തോ ഒഴുകി വരുന്നൊരു ശബ്ദവും കേട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഈ വാതിൽ ലോക്ക് ചെയ്ത്, ഞാൻ ആ ഗിൽസ് ലോക്ക് ചെയ്ത് ഈ ഒരു സമയം എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ഇത് ചുമരൊക്കെ പൊളിച്ച് ഭയങ്കര ശബ്ദത്തോടെ ഫുള്ള് ചളിയൊക്കെ ഉള്ളിലേക്ക് കയറി. എൻ്റെ ഏകദേശം അരയോളം വെള്ളം വന്നിരുന്നു. അപ്പോഴാണ് എൻ്റെ മോനുണ്ട് ഉള്ളിൽ. ഞാൻ പിന്നെ മോനെ വിളിച്ചിട്ട് ഉള്ളിലേക്ക് ഓടിക്കപ്പോഴുണ്ട്. അവനുണ്ട് ഒരു കിച്ചണിൻ്റെ ഒരു ചെറിയൊരു ഭാഗമുണ്ട്, അവിടെ മണ്ണെത്താത്തതുള്ളൂ. അവൻ അവിടുന്ന് പിന്നെ വാപ്പി പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ വൈഫും ഉണ്ടായിരുന്നു. അപ്പം വൈഫിനെ നോക്കുമ്പോൾ അവൾ പുറത്തൊരു ബാത്റൂമുണ്ട്, ആ ഒരു ബാത്റൂമിൽ നിന്ന് കുളിക്കുന്നുണ്ട്. അവൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഈ അപ്പുറത്തെ വാതിൽ തുറന്ന് ഈ മതിൽ ചാടി പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് വരികയുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ഇത് കുറച്ച് കഴിഞ്ഞ് എൻ്റെ വണ്ടിയുടെ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു ഒരു റിറ്റ്സ് കാറ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ട് ചാവി എടുക്കാൻ വേണ്ടി രണ്ടാമത് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് ഈ അപകടത്തിൻ്റെ ഇത്ര സംഭവിച്ചത് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. വീടിൻ്റെ ഏകദേശം ഫുള്ള് പോയി. വീടിൻ്റെ അപ്പുറത്തെ ഈ കാണുന്നതല്ലാണ്ട് ബാക്ക് സൈഡിലുള്ള ഫുള്ള് പോയി. കിച്ചണും പിന്നെ ബെഡ്റൂം ഒക്കെ മണ്ണ് ചെളിയും കൊണ്ട് നിറഞ്ഞ് ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഞങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സില്ല, ഫുള്ള് ചെളിയായതുകൊണ്ട്. എനിക്ക് മോൻ്റെ എൻ്റെ ഡ്രസ്സൊക്കെ എല്ലാ സാധനവും അതിൻ്റെ ഉള്ളിലായിരുന്നു. ഞങ്ങളെല്ലാ സാധനം, എൻ്റെ പേഴ്സ്, വണ്ടീൻ്റെ ചാവി, 2 മൊബൈല്, പിന്നെ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇതിൽ അവരിവിടെ സേഫാക്കി വിട്ട് പോവാണ്. ഞങ്ങൾ വാതിൽ പൂട്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നീട് ഞങ്ങൾ വന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഇത്ര തീവ്രത നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ ഒരാൾ വന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി. അവിടുത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടെ നിൽക്കുന്നത്. ആ ഷോക്കെന്ന് ഇതായിട്ട് വൈഫും മോൻ ആരും മാറിയിട്ടില്ല. ഇങ്ങനെ എന്തോ രക്ഷപ്പെട്ടത് ഭയങ്കര ഭാഗ്യം. ഇനിയിപ്പോൾ അവർ ഉമ്പറൊക്കെ പോയി വന്നിട്ട് അവരിനിപ്പോൾ എന്ത് ചെയ്യുമോ അവർ ന്യൂസിലൊക്കെ ഇത് നമ്മൾ ചെറുങ്ങനൊക്കെ അറിയിച്ചു. പിന്നെ ന്യൂസിലൊക്കെ കണ്ട് പിന്നെ അവർ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ തിരിച്ച് വന്നാൽ ഇവിടെ താമസിപ്പിക്കും. അവരെ ഡോക്യുമെൻ്റ് അവളിപ്പോൾ ഒരു 10-35 വർഷം പ്രവാസിയായിരുന്നു. പ്രവാസം നിർത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 35 വർഷത്തെ സമ്പാദ്യമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ. അതാണിപ്പോൾ ഇങ്ങനെ ഒന്നുമില്ലാണ്ടായിപ്പോയത്. മൂപ്പർ കാണാനുമില്ല, ഇപ്പോൾ സ്ഥലത്തും ഇല്ല. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ കുറേ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവരിപ്പോൾ പോയിട്ട് ഇപ്പോൾ 3 ദിവസമായി. ഇനിയിപ്പോൾ ഈ മാസം 20-ാം തീയതി തിരിച്ചെത്തും. അവരിനിപ്പോൾ തിരിച്ചു വന്നാൽ ഇവിടെ എന്തായിട്ടും വാസയോഗ്യമല്ല, ഇതിലെന്തായിട്ടും താമസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഇതിലാണ് ഇപ്പോൾ ഉള്ളിലൊക്കെ ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്തതല്ല. അതാണിപ്പോൾ ഈ ഫ്രണ്ട് കാണുന്നൊരു ഭാഗമല്ലാണ്ട് ഉള്ളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമില്ല. അവർ എന്ത് പാത്രങ്ങളായിക്കോട്ടെ, എന്താ പറയുക, വിലയെടുപ്പുള്ളവരെ രേഖകളുണ്ട്, ആധാരം ഒക്കെ ഓരോ വീട് വെച്ചിട്ടാണ് എല്ലാം അവർ പോയത്. ഇങ്ങനെ സംഭവിക്കുന്നവരെ അറിയില്ല. ആരും ഒരു മുന്നറിയിപ്പും നമുക്കൊരു മുന്നറിയിപ്പും കിട്ടിയിട്ടില്ല. പക്ഷെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോഴാണ് പിന്നെ നമുക്ക് ഇവിടെ എന്താ പകലായതുകൊണ്ട് രക്ഷപ്പെട്ടു. അവിടെ റൂമില്ല, ഒരു പോയ റൂമുണ്ട് അവിടെയായിരുന്നു മോൻ. എൻ്റെ മോൻ അവിടെ നിന്ന് ടാബിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അതിൽ ചാർജ് തീർന്നുകൊണ്ട് അവനത് കുത്തിവെക്കാൻ വേണ്ടി ഉള്ളിൽ പോയി. തിരിച്ചിവിടെ എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഈ വണ്ടി റിവേഴ്സ് അടിക്കുന്നത്. അത് കണ്ട് പേടിച്ചിട്ട് ഉള്ളിലേക്ക് ഓടിപ്പോയത്. ചിലപ്പോൾ റൂമിൽ തന്നെയാണെങ്കിൽ ആ റൂമില്ല. ഇപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് വീട് പൂർണ്ണമായിട്ട് പോയി. വീട് ഈ കാണുന്ന ഈ ഭാഗമല്ലാതെ ബാക്കിലേക്കൊന്നുമില്ല. ആ വൈഫ് കുളിച്ചുകൊണ്ടിരുന്നൊരു ബാത്റൂമും ഈ ഇവിടെയുള്ള ഞാൻ നിന്ന സ്ഥലം, എൻ്റെ കുട്ടി നിന്ന സ്ഥലമല്ലാതെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും മണ്ണ് കയറി എല്ലാം നശിച്ച്. ഒരു ഇടാനുള്ള ഡ്രസ്സ്, ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സ് അപ്പുറത്തെ വീട്ടിലത്തെ ആരോ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവർ ഡ്രസ്സ് തന്നിട്ട് അവരെ ഡ്രസ്സ് ഇട്ടിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്, എൻ്റെ വീട്ടിലേക്ക് പോയത്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് 7-ാം നാല്, ഞാൻ വെള്ളമുണ്ട 7-ാം നാല് നിറഞ്ഞ സ്ഥലം ഞാൻ താമസിക്കുന്നത്. വൈഫുണ്ട്, പക്ഷേ വൈഫിൻ്റെ വീട്ടുകാർ ഇവിടുന്ന് പോയതാ. അവർ തിരിച്ചു വന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാന്നുള്ളത് അറിയില്ല. ഇല്ല, ആരും സംസാരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് ഗവൺമെൻറ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് വീട് ഇനിയിപ്പോൾ വേറെ വീടില്ല, താമസിക്കാൻ വീടില്ല. തിരിച്ചു വന്നാൽ ഇവിടെ താമസിക്കാൻ എന്തായിട്ടും പറ്റില്ല. കാരണം ഈ കാണുന്ന ഫ്രണ്ട് ഭാഗം അല്ലാണ്ട് ഉള്ളിൽ വേറെ ഒന്നുമില്ല. ഫുള്ള് ചളിയും പിന്നെ ചുമരൊക്കെ പൊട്ടി ഫുള്ള് ബീമൊക്കെ തൂങ്ങിയിട്ടുള്ളത്. ഇതിലെന്തായിട്ട് വാസയോഗ്യമല്ല. അതിനെന്താണെന്നുള്ളത് ഗവൺമെൻറ് ചെയ്ത് കൊടുക്കണമെങ്കിൽ. മോനിപ്പോഴും ഷോക്കാണ്. ഇങ്ങനൊരു ഷോക്കിൽ നിന്ന് മാറാൻ എന്തായാലും സമയമെടുക്കും, റിക്കവർ ചെയ്യാൻ സമയമെടുക്കും. രാത്രി ചെറിയൊരു പേടിയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും
റിക്കവർ ചെയ്യാൻ എന്തെങ്കിലും സമയം എടുക്കുമോ അവന് എന്തായിട്ടും? കാരണം ചിന്തിക്കാനുള്ള സമയം ആർക്കും കിട്ടിയില്ല. അപ്പോഴത്തേക്കൊക്കെ സംഭവിച്ചു. ഇവിടെ എന്താ സംഭവം? ഞങ്ങൾക്കൊക്കെ ഇത് ആദ്യത്തെ അനുഭവമാണ്. ഇങ്ങനെ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് എന്നല്ലാണ്ട് ഇത് ആദ്യത്തെ അനുഭവം ഇത്. ഞങ്ങളിതിങ്ങനെ സംഭവിക്കുന്നുണ്ട് അറിയുന്നതിന് മുന്നേ ഒക്കെ എന്താണ് എന്നല്ല നമുക്ക് ചിന്തിക്കുന്നതിന് മുന്നേ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ കാണുകയാണിത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇവിടെ ഈ ഗേറ്റിൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത്, ഇവിടെ ഉള്ളിൽ. അപ്പോൾ ഇവിടുന്ന് ആ ടാങ്കറിൽ ഒരു റിവേഴ്സ് അടിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ അവിടെ ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പോൾ എൻ്റെ മോൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചെന്തോ ആക്സിഡൻ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ ആക്സിഡൻറ്റ്. അപ്പോൾ പിന്നെ ഫോഴ്സിൽ എന്തോ സാധനം വരുന്നതാണ്. ഞാൻ വിചാരിച്ചെന്തോ വെള്ളം വരുന്നതാണ് വിചാരിച്ചിട്ട് ഞാൻ ഗിൽസ് പൂട്ടി. അങ്ങനെ ഗിൽസ് പൂട്ടി കഴിഞ്ഞ് ഞാൻ മോൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്ക് ഫുള്ള് ചളിയും മണ്ണും കൂടെ വന്ന് വീട് നിറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വെള്ളം വന്നപ്പോൾ ഞാൻ മേലേക്ക് ചവിട്ടി കയറി പിന്നെ മോനെ നോക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോയപ്പോഴാണ് റൂമില്ല, ഫുള്ള് മണ്ണായി. പിന്നെ മോനെ വിളിച്ചപ്പോൾ മോൻ അവിടുന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ സമാധാനമായി. പിന്നെ വൈഫിനെയും കിട്ടി. ഞങ്ങളപ്പോൾ തന്നെ ഇതിൻ്റെ പുറകിലെ ഡോറ് തുറന്ന് ഇതിലെ മതിൽ ചാടി ഇതിൽ കയറി ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ഉണ്ടായത്. ഇപ്പോൾ ആരൊക്കെയാണ് ഉംറക്ക് പോയത്? ആരൊക്കെയാണ് ഉംറക്ക് പോയത്? ഇപ്പോൾ വൈഫിൻ്റെ ഉപ്പയും ഉമ്മയും പിന്നെ അനിയത്തിയും. അവർ പോയതിൻ്റെ തലേന്ന് പോയത്. ഞങ്ങളിവിടെ അന്ന് സ്റ്റേ ചെയ്ത് പിറ്റേന്ന് പോകാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പം എൻ്റെ അഷ്റഫ്. എന്തായാലും അഷ്റഫ് എന്ന് പറയുന്ന പ്രവാസിയായിരുന്ന ആളുടെ 35 വർഷത്തെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. ഒരു നിമിഷം കൊണ്ട് തകർന്നത് അവരുടെ ഒരു വലിയ സ്വപ്നങ്ങൾ തന്നെയായിരുന്നു. അഷ്റഫിൻ്റെ മരുമകനാണ് ഇന്നലത്തെ ആ ഭീകരമായിട്ടുള്ള ദൃശ്യം നമ്മോട് പങ്കുവച്ചത്. ഇനി ഇവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് സാധ്യമാക്കണം. ഇന്നലെ മുഖ്യമന്ത്രി വന്നപ്പോൾ അത് സാധ്യമാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒരു കാലതാമസവുമില്ലാതെ അടിയന്തരമായിക്കൊണ്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ പൂർണ്ണമായും അവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1 വയനാട്.